എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ പ്രൊവിഷണൽ ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ മാർക്ക് സ്കോർ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് റാങ്ക് ലിസ്റ്റ് അല്ല. റാങ്ക് ലിസ്റ്റിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ ഇംഗ്ലീഷ് മാർക്കിനെ നോർമലൈസ് ചെയ്തിട്ട് 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള മാർക്കുകളാണ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് സ്കോർ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനതിന് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇൻഡെക്സ് സ്കോർ ചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ഇൻഡെക്സ് മാർക്ക് എന്ന് കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ്, ഇൻഡെക്സ് മാർക്കിൽ സ്കോറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ LBSലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്തും. എന്നിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഓരോ റാങ്ക് ലിസ്റ്റും ഇപ്പോൾ നമ്മൾ പ്രോസ്പെക്റ്റ് പ്രകാരം 3 മെയിൻ റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. പക്ഷേ നമുക്ക് പ്രൊഫൈലിനകത്ത് ഇപ്പോൾ 7 റാങ്ക് ലിസ്റ്റ് പോലെയാണ് നിങ്ങൾക്ക് പ്രൊഫൈലിനകത്ത് കാണാൻ സാധിക്കുക. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ID യും പാസ്വേഡ് എല്ലാം ലോഗിൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ പ്രൊഫൈലിനകത്ത് വ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻഡെക്സ് സ്കോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. നോർമലൈസ്ഡ് മാർക്ക് ആൻഡ് ഇൻഡെക്സ് സ്കോർ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ റാങ്ക് ലിസ്റ്റും അതിൻ്റെ ഇൻഡെക്സ് സ്കോർ കൊടുത്തിട്ടുള്ളതും കാണാം. ഇതിലിപ്പോൾ 7 റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് 1 300ലേക്കാണ് ഇൻഡെക്സ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് 2 300ലേക്കാണ്. റാങ്ക് ലിസ്റ്റ് 3 400ലേക്കാണ്. അവിടെ ഇംഗ്ലീഷും കൂടെ പരിഗണിക്കും. റാങ്ക് ലിസ്റ്റ് 4 5 6 അതേപോലെ 7ലും 300ലേക്കാണ് ടോട്ടൽ ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് സ്കോറാണ് ഇതിൽ. പോയിന്റ് വ്യത്യാസമാണെങ്കിലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ്, ഇപ്പോൾ ഇതിൽ കാണിച്ച ഇൻഡെക്സും പോയിന്റ് വ്യത്യാസമാണെങ്കിലും നിങ്ങളത് LBSലേക്ക് റിപ്പോർട്ട് ചെയ്യണം. കാരണം പോയിന്റ് വ്യത്യാസത്തിലൊക്കെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടമാവുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അവരെ LBSൻ്റെ സൈറ്റിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ കോൾ വിളിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോസ്പെക്റ്റ് പ്രകാരം 3 റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് 1 വരുന്ന കോഴ്സുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. BSc നഴ്സിംഗ്, MLT, പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, BPT, എമർജൻസി മെഡിസിൻ, അങ്ങനെയുള്ള കോഴ്സുകളും. റാങ്ക് ലിസ്റ്റ് 2ലും 3ലും ഒറ്റ കോഴ്സുകളാണ്. 2ൽ വരുന്നത് BSLP കോഴ്സും റാങ്ക് ലിസ്റ്റ് 3ൽ വരുന്നത് BPO, ഓർത്തോപ്റ്റിക്സ് ആൻഡ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോപ്റ്റിക്സ് കോഴ്സുമാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റ് 3ൽ വരുന്ന കോഴ്സിൽ മാത്രമാണ് ഇംഗ്ലീഷും കൂടെ സബ്ജക്റ്റ് പരിഗണിക്കുന്നത്. ബാക്കി കോഴ്സുകളിലേക്കൊക്കെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് പരിഗണിക്കുന്നത്. BSLP കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബയോളജി സബ്ജക്റ്റ് അല്ലാതെ പഠിച്ച കുട്ടികൾക്കും, ഇപ്പോൾ മാത്സ്, കമ്പ്യൂട്ടറൊക്കെ പഠിച്ച കുട്ടികൾക്കും അതിൽ നിങ്ങൾക്ക് റാങ്ക് കാണുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് പ്രോസ്പെക്റ്റിൽ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ പ്രൊഫൈലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് 7 റാങ്ക് ലിസ്റ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരാനുണ്ട്. ഇൻഡെക്സ് വന്ന സ്ഥിതിക്ക് റാങ്ക് ലിസ്റ്റും തന്നെ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. സെപ്റ്റംബർ 1 തീയതിയാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് തുടങ്ങുകയും സെപ്റ്റംബർ മാസം ഒക്കെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ ഇൻഡെക്സ് സ്കോർ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മാർക്കുകൾ കൂട്ടാം. മുന്നേ ഞാൻ ഇൻഡെക്സ് സ്കോർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പ്രീവിയസ് വീഡിയോ നമ്മൾ ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. നമ്മളെ ചാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കരിയർ ഹെൽപ്സിനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡെക്സ് സ്കോറിൽ എന്തെങ്കിലും കാൽക്കുലേഷനിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.